രവീന്ദ്രൻ, നോക്കൂ, ഇവിടെ താങ്കൾ ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് ആദ്യ തവണ സംസാരിക്കുമ്പോൾ തന്നെ വ്യക്തമാക്കി. പക്ഷേ പല വേദികളിൽ ശ്രീനിവാസനോട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ത് എന്ന ചോദ്യം വന്നപ്പോഴും കൗശലത്തോടു കൂടി അതിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന ശ്രീനിവാസനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒന്നുകിൽ അടുത്തുള്ള ചോദ്യം ചോദിക്കുന്ന ആളുകളിലേക്ക് ആ ക്വസ്റ്റ്യൻ പാസ് ചെയ്ത് അങ്ങനെ തമാശ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ശ്രീനിവാസനെ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ വീക്ഷിക്കുന്നവർക്ക് അദ്ദേഹം ഒരു ഇടത് സഹയാത്രികനായിരുന്നു എന്നത് ബോധ്യമുണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സറ്റയർ എന്ന്, മലയാള സിനിമയിലെ പൊളിറ്റിക്കൽ സറ്റയർ എന്ന് പറയാൻ പറ്റുന്ന സിനിമകളിലൂടെ വളരെ നിശിതമായ വിമർശനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തെ വലത് നിരീക്ഷകനായി ചിത്രീകരിക്കുന്ന സാഹചര്യം വരെ പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം മുഖം നോക്കാതെയുള്ള വിമർശനമാണ് നടത്തിയിട്ടുള്ളത്. ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിൽ നേരത്തെ GP രാമചന്ദ്രൻ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ സന്ദേശം എന്ന ചിത്രത്തിൽ തന്നെയും മറ്റ് രാഷ്ട്രീയ പാർട്ടിയും വിമർശന വിധേയമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ രാഷ്ട്രീയ പാർട്ടികൾക്ക്? ഈ ട്രേഡ് യൂണിയനിസം അദ്ദേഹം വിമർശന വിധേയമാക്കിയ ഒരു വിഷയമാണ്. അത് ഇപ്പോഴും നമ്മുടെ സമൂഹത്ത്, പരിസരത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അദ്ദേഹത്തിന്റെ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതേ രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. കാരണം ശ്രീനിവാസന്റെ മനസ്സിനകത്ത് നന്മയുടെ ചിന്തയാണുള്ളത്. നന്മ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മാന്യമായ ജീവിതത്തിന് കൂടി പ്രധാനപ്പെട്ട ശക്തിയാണ്. ആ നന്മ ലഭിക്കുന്നതിന് വേണ്ടി തടസ്സമുണ്ടാകുന്ന വിധം പല സന്ദർഭങ്ങളും നമ്മുടെ നാട്ടിലുണ്ടായി. അതാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ പലപ്പോഴും ശരിക്കും കാണിക്കുന്നത്. ആ കാണിക്കുമ്പോൾ ഈ ഇടതുപക്ഷത്തോടുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനം എന്ന് പറയുന്നത് അതായത് ഇടതുപക്ഷത്തെ അതോടെ തീർക്കാനല്ല, ഇടതുപക്ഷത്തെ നന്നാക്കാനാണ്. ഞങ്ങളെപ്പോൾ വിമർശനത്തെ സ്വാഗതം ചെയ്യുന്ന ആളുകളാണ്. ഞാൻ ഇടതുപക്ഷക്കാരനാ, മറക്കാതെ നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ശ്രീനിവാസന് ഞങ്ങളൊരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. തോപ്പിൽ ബാസി അവാർഡ് ഓരോ വർഷവും കൊടുക്കുന്ന അവാർഡാണ്. ആ അവാർഡ് സിനിമാ താരം എന്ന രീതിയിൽ അദ്ദേഹത്തെ നമ്മൾ തീരുമാനിച്ചു. ഞാൻ അദ്ദേഹത്തെ ടെലിഫോൺ ചെയ്തു. അപ്പം എന്നോട് ചോദിച്ചു, പന്നിയാ, ഞാൻ നിങ്ങളുടെ പാർട്ടിക്കാരനല്ലല്ലോ. ഞാൻ പറഞ്ഞ രാഷ്ട്രീയം നോക്കിയല്ലോ ഈ അവാർഡ്. താങ്കളുടെ ഒരിക്കലും നിർവചിക്കാൻ കഴിയാത്ത കഴിവ് വെച്ചിട്ടാണ് നമ്മൾ അവാർഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ താങ്കൾ വരണം. വന്നിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യം, ഞാൻ വിമർശിക്കുന്നതിനെക്കുറിച്ച് പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇടതുപക്ഷക്കാർക്ക് എന്നോട് പലപ്പോഴും ഒരു എതിർപ്പുണ്ട്. ആ എതിർപ്പിന് അടിസ്ഥാനമില്ല എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ. പന്തിനോട് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പാർട്ടിക്കാരല്ല. പക്ഷേ നമ്മുടെ രാജ്യം ഇടതുപക്ഷത്തിൻ്റെ ചിന്താഗതിയിലേക്ക് മുന്നോട്ട് പോകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എന്താ ഇടതുപക്ഷം എന്ന് പറയുന്നത്? മനുഷ്യപക്ഷമാണ്. ആ മനുഷ്യപക്ഷത്തിലാണ് നേരത്തെ GP സംസാരിച്ചാന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ മതം, ജാതി, വ്യത്യസ്ത രീതികൾ. ഈ കേരളം എന്തായിരുന്നു പഴയ കാലത്ത്? ആ ഭ്രാന്താലയമായ കേരളത്തെ ഇങ്ങനെ മാറ്റിയെടുക്കുന്നതിന് ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചതിനൊപ്പം തന്നെ ഈ മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട അടിത്തറയായി ശ്രീനിവാസൻ്റെ പല കഥാപാത്രങ്ങളും ഒരു പ്രധാന ഘടകമാണ്. നമുക്ക് പിഴച്ചാൽ നമുക്കറിയില്ല. ആ പിഴവ് ചൂണ്ടിക്കാണിക്കണം. ചൂണ്ടിക്കാണിക്കാൻ മനക്കരുത്ത് വേണം. ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ അവിടെ നിന്ന് തല്ലും വന്നൊരു ധാരണയുണ്ടായാൽ അവൻ ചൂണ്ടിക്കാണിക്കുന്ന നിശബ്ദനായിരിക്കും. അത് പറ്റില്ലെന്ന് വളരെ ശക്തമായി പറഞ്ഞൊരാളാണ് അദ്ദേഹം. ട്രേഡ് യൂണിയൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ജനങ്ങളെ മുമ്പിൽ ഈ ആരെങ്കിലും ഒരു വ്യവസായവുമായിട്ട് ഇവിടെ വരുമ്പോൾ ആ വ്യവസായത്തെ ഇല്ലാതാക്കാനല്ല, ആ വ്യവസായം ഈ നാട്ടിൽ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തിക്കാനാണ്. തൊഴിലാളിക്ക് ജോലിയും വേണം, ആ വ്യവസായം നടക്കണം, വ്യവസായമില്ലാത്ത നാടാകാനില്ല. ഈ കാര്യങ്ങൾ ശരിക്കും വെച്ചുകൊണ്ടാണ് ഈ സിനിമ അദ്ദേഹം എടുത്തിരിക്കുന്നത്. അപ്പം എൻ്റെ പക്ഷം ഈ ശ്രീനിവാസൻ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ, നമ്മൾ അദ്ദേഹത്തെ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ചാർത്തണ്ട. പക്ഷേ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ മാറ്റത്തിൻ്റെ പക്ഷമാണ്. ആ പക്ഷമാണ് ട്രംപ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരി. ആ ഭരണാധികാരി ഇവൻ ഭ്രാന്തൻ കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ചൊരു സ്ഥാനാർത്ഥിയെ ശക്തമായി ശകാരിച്ചപ്പം ജനങ്ങൾ തിരിച്ചു വോട്ട് ചെയ്തു. എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്തത്? നീതിക്ക് വേണ്ടി.
അപ്പം നീതിയുടെ പക്ഷമാണ് ഇടതുപക്ഷം, മാന്യതയുടെ പക്ഷമാണ് ഇടതുപക്ഷം, സത്യത്തിൻ്റെ പക്ഷമാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തെ വികൃതമാക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ എതിർക്കുന്ന ആളുകളെ നമ്മൾ ഒരിക്കലും വിമർശിക്കില്ല, അവരെ സ്വീകരിക്കും. കാരണം വിമർശനമില്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള പക്ഷക്കാരാണ് ഞങ്ങൾ. അതിൽ ആ വിമർശനത്തെ ഞങ്ങൾ സർവ്വതാ സ്വീകരിക്കുന്നു. അതുകൊണ്ട് ശ്രീനിവാസൻ നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ടി മാറ്റിവെച്ച കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണേണ്ട മാന്യമായ കുറേ പ്രവർത്തനങ്ങളുടെ രീതിയാണ്. ആ പ്രവർത്തനങ്ങളുടെ രീതിക്ക് തടസ്സമുണ്ടാകുന്ന കാര്യങ്ങൾ എവിടെ നിന്ന് വന്നാലും, അതാണല്ലോ ബസ് മുതലാളിക്കുണ്ടായ അനുഭവം. ആ അനുഭവത്തെ ശരിക്കും ഉയർത്തി കാണിച്ചുകൊണ്ട് വിമർശിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ആ വിമർശനത്തെ ഞങ്ങളൊക്കെ മനസ്സാ സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തിന് ആ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നോ നന്നായി 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 എന്ന്. നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ ഇന്ന് രാവിലെയും കൂടി കണ്ടു നമ്മുടെ ശങ്കരാടിയുടെ ക്ലാസ്സും ശ്രീനിവാസന്റെ വിശദീകരണവും. അത് നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ നമുക്കൊക്കെ ഉള്ളിൽ തട്ടുന്നൊരു വികാരമല്ലേ, എന്താ അങ്ങനെ പറഞ്ഞതെന്ന്. പക്ഷെ അങ്ങനെ പറഞ്ഞത് വികാരം വേണ്ട. പാർട്ടി ക്ലാസ്സിൽ എന്ത് പറയണം, എങ്ങനെ പറയണമെന്നതിൻ്റെ ഒരു പാറ്റേൺ അവിടെ കാണിച്ചു. എന്നാൽ നമുക്ക് ജീവിക്കാൻ ഇതുപോലുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയം വേണം. ആ രാഷ്ട്രീയം നന്മയുടെ രാഷ്ട്രീയമായിരിക്കണമെന്ന് ശ്രീനിവാസൻ നമുക്ക് വരച്ചു കാണിച്ചു. അത് നമുക്ക് സംബന്ധിച്ചിടത്തോളം നന്മയുടെ രാഷ്ട്രീയമാണ് വേണ്ടത് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അത് അവനവനിൽ നിന്ന് തുടങ്ങണം എന്നത് ചൂണ്ടിക്കാണിച്ചു, അവനവന്റെ വീടുകളിൽ നിന്ന് തുടങ്ങണം എന്നത് ചൂണ്ടിക്കാണിച്ചു. എന്തായാലും ഈ സന്ദേശങ്ങളൊക്കെ ഈ സിനിമയിലൂടെ നൽകുമ്പോഴും അദ്ദേഹം തന്നെ പറഞ്ഞത് എബ്രഹാം ലിങ്കൻ, മഹാത്മാഗാന്ധി, രാമായണം, മഹാഭാരതം, മറ്റ് മതഗ്രന്ഥങ്ങൾ ഇതൊക്കെയും വായിച്ചിട്ട് മാറാത്തവരൊക്കെ ഇത് കേട്ട് എൻ്റെ സന്ദേശം കൊണ്ട് ആരെങ്കിലും മാറുമോ എന്ന് പോലും അദ്ദേഹം ചിന്തിച്ചിരുന്നു. എന്ത് മാറ്റം ഉണ്ടാക്കും എന്നതിൽ അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് അദ്ദേഹം ആശങ്കപ്പെട്ടിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ചെയ്യാനും പറയാനും കഴിയുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. നമുക്കൊപ്പം ഇപ്പോൾ നടി രഞ്ജിനി കൂടി ചേരുകയാണ്. രഞ്ജിനി, താങ്കൾ ഉണ്ട് ലൈനിൽ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് എത്തുന്നത് ചിത്രം ഉൾപ്പെടെയുള്ള സിനിമയുടെ സീനുകളാണ്. ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകും. വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഓർക്കുന്നത്? രഞ്ജിനി, കേൾക്കാമോ? ഓക്കെ, ലൈൻ കട്ടായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ GP രാമചന്ദ്രൻ, നമ്മൾ സിനിമയുടെ മാറ്റത്തെ, മലയാള സിനിമയുടെ മാറ്റത്തെ നോക്കുകയാണെങ്കിൽ ഒരുപാട് തരത്തിൽ നമ്മുടെ സിനിമ ഈ ഘട്ടത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മുൻപ് ആഘോഷിച്ച പല സിനിമകളും രാഷ്ട്രീയമായി